എൻ്റെ പേര് മാർഗ്രറ്റ്. ഞാൻ പാലാരിവട്ടത്തിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് 2022 മെയ് 25 എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല ഞാനിവിടെ വന്നത്. പക്ഷേ അമ്മച്ചിയെ സഹായിക്കാൻ വേണ്ടിയാണ്. അമ്മച്ചി 30 വർഷമായിട്ട് ഒരു സ്ഥലത്തിന്, ഞങ്ങളുടെ സ്ഥലത്തിന് വേണ്ടി കാശ് കൊടുത്തിട്ട് ഇപ്പോഴും റെഡി ആയിട്ടുണ്ടായില്ല. അപ്പോൾ അമ്മച്ചിയുടെ ആഗ്രഹപ്രകാരം അമ്മച്ചിനെ സഹായിക്കാൻ വേണ്ടി അമ്മച്ചി പറഞ്ഞു എനിക്കൊന്ന് കൃപാസനത്തിൽ പോകണം, എന്നൊന്ന് കൊണ്ടുപോകാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അമ്മച്ചിയെ സഹായിക്കാൻ വേണ്ടി കുടുംബസമേതം ഇവിടെ വരികയുണ്ടായി. അപ്പോൾ അമ്മച്ചിക്ക് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ഞാൻ വീട്ടിൽ ചെന്ന്, എനിക്ക് 21 വർഷമായിട്ട് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. അതായത് ഒരു വെളുപ്പിന് 3 മണിയാകുമ്പോൾ ശ്വാസം മുട്ടൽ വരും. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എല്ലാവർക്കും ശല്യം വരുന്നത്, ചേട്ടനാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും ഒക്കെ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആ നേരത്തെ എഴുന്നേറ്റ് ഇൻഹേലർ അടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഉറക്കം കിടത്തണ ഒരു അസുഖമായിരുന്നു. എല്ലായിടത്തും എന്നെ കൊണ്ട് ചികിത്സിപ്പിച്ചിട്ടുണ്ട്, മാറിയിട്ടില്ല. 21 വർഷമായി അത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇൻഹേലർ തലക്ക് ഭാഗത്ത് വെച്ചിട്ടാണ് ഞാൻ ദിവസവും കിടന്നുറങ്ങിയിരുന്നത്. പക്ഷെ ഞാൻ അന്ന് ഇവിടെ വന്ന ദിവസം ഞാനത് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായില്ല. പിന്നെ ഞാൻ വീണിട്ടുണ്ടായി. മടക്കി ഇരിക്കാനൊന്നും മുട്ടുകുത്താൻ പറ്റില്ലായിരുന്നു. അതായത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, എപ്പോഴും ചെറുതിലൊടങ്ങി മുട്ടുകുത്തി പ്രാർത്ഥനയെല്ലാം ആ സ്വഭാവം ഉണ്ടായി. പക്ഷെ ഒരു വർഷമായിട്ട് എനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടായില്ല. അത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായില്ല. പക്ഷേ അന്ന് ഇവിടെ നിന്ന് അമ്മച്ചിനെയും കൊണ്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഞാൻ രാത്രി പ്രാർത്ഥന എല്ലാം നേരത്ത് ഞാൻ അറിഞ്ഞില്ല. മുട്ടയിൽ ഇന്ന് തന്നെ പ്രാർത്ഥന ചൊല്ലി. അത് കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോഴാണ് ഞാൻ അറിഞ്ഞ് ഇന്നലെ എനിക്ക് ശ്വാസം മുട്ടൽ വന്നില്ലല്ലോ എന്നുള്ള ആ ഒരു സംഭവം ഞാൻ എല്ലാവരോടും പറയണത്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോലും ഉണ്ടായില്ല. പക്ഷേ ഇവിടെയുള്ള മാതാവ് എൻ്റെ ഉള്ളിലുള്ള അസുഖങ്ങളെല്ലാം എടുത്തു മാറ്റി. അന്ന് മുതൽ എനിക്ക് 1.5 വർഷമായിട്ട് ഇന്നേ വരെ എനിക്ക് ശ്വാസം മുട്ടൽ ഇൻഹേലർ അല്ലെങ്കിൽ ശ്വാസം മുട്ടലിൻ്റെ ഒരു സിംറ്റംസും ഉണ്ടായില്ല. രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. അതുകൂടാതെ അന്ന് തുടങ്ങി മാതാവ് എന്നെ വിളിക്കണത് പോലെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ എപ്പോഴും ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ നവംബർ 2 ചേട്ടൻ രാവിലെ നടക്കാൻ പോയതായിരുന്നു. നടക്കാൻ പോയപ്പോഴും പെട്ടെന്നൊരു തലവേദന വരികയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴേക്കുമാണ് അറിഞ്ഞത് ബ്രെയിനിൽ വെയിൻ പൊട്ടിയിട്ടുണ്ട്, അപ്പം ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ടെന്ന് പറയണത്. അപ്പോൾ തന്നെ ഞങ്ങൾ ഓടിച്ചെന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തെങ്കിലും നേരെ തന്നെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ ഓപ്പൺ സർജറി നടത്താൻ പറ്റില്ല, ഇത് ചെറിയൊരു നാരോ വെയിനാണ്, അത് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അത് എംബോളൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയറേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഡോക്ടർമാരെ ശ്രമിക്കാം, എല്ലാം ഓക്കെ ആയി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. എന്നാൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ബാധ്യസ്ഥരല്ല. അത് വരുമ്പോൾ നമുക്കറിയാം എങ്ങനെയൊക്കെ വ്യത്യാസം വരും എന്നുള്ളത്. അങ്ങനെ തന്നെ ഞങ്ങളെല്ലാം ഓക്കെ പറഞ്ഞ് വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്ത് നവംബർ 4 പ്രൊസീജിയറിന് വേണ്ടി തിയേറ്ററിൽ കയറ്റി. രാവിലെ കയറ്റി രാത്രി 7:30 മണിയായിട്ടും പ്രൊസീജിയർ ചെയ്യാൻ പറ്റിയില്ല അവർക്ക്. അതായത് തൊടയിലൂടെ ഒരു കോയിൽ കടത്തി വിട്ടിട്ടാണ് ഈ പ്രൊസീജിയർ, തലച്ചോറ് വരെ കടത്തി വിട്ടിട്ടാണ് ചെയ്യണത്. പക്ഷേ ഡോക്ടർ ഒരു 7:30 മണിയായപ്പോൾ ഞങ്ങളെ വിളിച്ചു പറഞ്ഞ് ഇത് സക്സസ് ആയില്ല, അപ്പം നിങ്ങൾ പേടിക്കേണ്ട, നമുക്ക് നാളെ ഇതേപോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് നേരം ഞാൻ അവിടെ പിടിച്ചിരുന്നെങ്കിലും പുറത്തോട്ട് ഇറങ്ങി ഞാൻ ചാപ്പലിൽ പോയി പൊട്ടിക്കരയുകയാണ് ചെയ്തത്. കാരണം ഞങ്ങൾക്ക് മെറിറ്റ് നഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ആശ്രയം മാത്രമേ ഉള്ളൂ. ഞാൻ അപ്പം തന്നെ പിള്ളേരോട് പറഞ്ഞു, എൻ്റെ മക്കളെ 2 പെൺകുട്ടികളാണ് എനിക്ക്, ഞാൻ നാളെ രാവിലെ ഒപ്പിട്ട് കൊടുക്കാം, പ്രൊസീജിയറിന് വേണ്ടി ഒപ്പിട്ട് കൊടുക്കാൻ ഞാനിവിടെ നിൽക്കുന്നില്ല, നേരെ കൃപാസനത്തിൽ പോകണേന്ന് പറഞ്ഞു. അപ്പോൾ പലരും എന്നെ എതിർത്ത് ഇതൊന്ന് കഴിഞ്ഞിട്ട് പോയാൽ പോരെ നിനക്കെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് വിശ്വാസം ഇനി മാതാവിനാണ്, എനിക്ക് ഡോക്ടർമാരെല്ലാം ഇനി വിശ്വാസം എന്ന് പറഞ്ഞു. ഞാൻ നേരെ ഇവിടെ വന്നിട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഒരു 7:30 മണിയായിട്ടുണ്ട്. വെളുപ്പിന് ഞാൻ അവിടെ നിന്ന് പോന്ന് ചേട്ടൻ പ്രൊസീജിയർ റൂമിൽ ഞാനിവിടെ വന്നു. അപ്പോഴേക്കും മകളാണ് ഒപ്പിട്ട് കൊടുത്തത്, ഈ പ്രൊസീജിയറിന് വേണ്ടി മകളാണ് ഒപ്പിട്ട് കൊടുത്തത്. അപ്പോൾ എന്നോട് ഇടയ്ക്ക് മോൾ പറയുന്നുണ്ട്, അമ്മ ധൈര്യമായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ, അപ്പോഴേക്ക് ഡോക്ടറൊന്നും പറഞ്ഞിട്ടില്ല, പ്രൊസീജിയറിന് കയറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ധൈര്യമായിട്ട്, എനിക്കെന്തോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ധൈര്യം, ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം മാതാവ് നോക്കിക്കോളൂ എന്നുള്ളൊരു ധൈര്യം ഉണ്ടായി. അതാണ് ഞാൻ ഒരു കൂസലുമില്ലാതെ ഞാൻ ഫ്രണ്ടിൽ നിന്ന് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന് അടുത്തുള്ളവരോടൊക്കെ ഈ പ്രാർത്ഥനാ സഹായവും പറഞ്ഞ് അതുകൂടാതെ ഇവിടെ നിന്നിട്ട്
ഒത്തിരി ധ്യാനവും എല്ലാം കൂടിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, സമയമാകുമ്പോൾ ഡോക്ടർ വിളിക്കുമെന്നാണ് പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ, എന്നിട്ടും എനിക്കൊരു ടെൻഷനും ഇല്ല. എല്ലാവരും പറയും ഇതെന്താണ് ഒരു ഇതുമില്ലാതെ നിൽക്കണേ എന്താണ്. പക്ഷെ എനിക്കിവിടെ വന്നു കഴിഞ്ഞ് പിന്നെ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പ്രാർത്ഥനാ സഹായം, അച്ഛനെ കാണാൻ പറ്റിയില്ല, എന്നിരുന്നാലും എനിക്കെന്തോ ഒരു ധൈര്യമായിരുന്നു. എല്ലാവരും പറഞ്ഞു അയ്യോ അവിടം വരെയും കഷ്ടപ്പെട്ട് ചെന്നിട്ട് അച്ഛനെ കണ്ടില്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടല്ലേ പോന്നേക്കണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിന് ഭയങ്കര ധൈര്യമായിരുന്നു. അവിടെ ചെന്നിട്ട് 7:30 മണി വരെ ഞാൻ അവിടെ നിന്ന്, അത് കഴിഞ്ഞിട്ടും ശരിയാകാതെ ആയി കഴിഞ്ഞപ്പോൾ 7:30 മണിക്ക് ഞാൻ പ്രൊസീജിയർ റൂമിൻ്റെ, അതായത് കാത്ത് ലാബിലാണ് ഈ പ്രൊസീജിയർ നടത്തുന്നത്. അതിൻ്റെ പുറത്ത് ICU പേഷ്യൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് ഒത്തിരി പേരുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ നിന്ന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി 7:30 മണിക്ക്. അതും കഴിഞ്ഞ് അവിടെ നടന്നിട്ട് എല്ലാവരും എന്നോട് പറഞ്ഞു 10:30 മണിയായി, അത് ശരിയായിട്ടില്ല. 10:30 മണിയായപ്പോൾ എന്നോട് ബ്രദറും എല്ലാവരും പറഞ്ഞു നീ വീട്ടിലോട്ട് പോയിക്കോ, കൊച്ചുങ്ങൾ വീട്ടിലല്ലേ, പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ ഞാൻ ധൈര്യപൂർവ്വം അവിടെ വെച്ച് തന്നെ മാതാവിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് 2 വീലർ ഓടിച്ച് തന്നെ വീട്ടിൽ ചെന്ന് ഒരു കുഴപ്പമില്ലാതെ നടയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് ഇവിടെ വന്നപ്പോൾ തുടങ്ങി പച്ചവെള്ളം അല്ലാതെ അന്ന് രാത്രി 10:30 മണി വരെ ഞാനൊന്നും കഴിച്ചിട്ട് പോലും ഉണ്ടായില്ല. പക്ഷേ എന്തോ ഒരു ധൈര്യം, എന്തോ ഭയങ്കര ശക്തിയായിരുന്നു, തളരാൻ ഉണ്ടായില്ല ഞാൻ. എന്നിട്ട് ഞാൻ നടയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 11:45 ബ്രദറിൻ്റെ വൈഫ് വിളിച്ച് പറയണത് എല്ലാം സക്സസ്സായി, ഓക്കെ, ഡോക്ടർ പറഞ്ഞു ഇനി ഒരു കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല, ഹോൾ അടച്ചിട്ടുണ്ട്, ഇനി ബ്ലീഡിങ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അത് കേട്ടപ്പോൾ ഡോക്ടർ കാണുകയുണ്ടായി. ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾ ഇന്നലത്തെ പോലെ തന്നെ ഒരു 7:30 മണിയായപ്പോൾ ഞങ്ങൾ ഈ പ്രൊസീജിയർ നിർത്തിവെക്കാൻ പോയതാണ്. പക്ഷെ ഞങ്ങളെ ഒരു ശക്തി, എന്തോ ഒരു ശക്തി ഞങ്ങളെ ഇത് തുടരാനായിട്ട് രാവിലെ തുടങ്ങിയ പ്രൊസീജിയർ രാത്രി 11:45 വരെ അവർക്കത് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ്, അവർക്ക് ബുദ്ധിമുട്ട് ഒത്തിരി ഉണ്ട്, ഡോക്ടർമാർക്ക് 3 ഡോക്ടർമാർക്ക്. എന്നിരുന്നാൽ പോലും തളരാതെ അവർ രാത്രി 11:45 ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ആക്കുകയും ചേട്ടന് റൂമിലേക്ക് മാറ്റുകയും ചെയ്തു. ഇനി പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ റൂമിലേക്ക് മാറ്റി. പിറ്റേ ദിവസം പറഞ്ഞ് എല്ലാം ഓക്കെയും സഡേഷനൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ചേട്ടന് ഓർമ്മയുണ്ടായില്ല. അപ്പോഴും 3 ദിവസം വെൻറ്റിലേറ്ററിലാക്കിയിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്തേച്ചത്. അപ്പോൾ ചേട്ടനോട്ട് ഓർമ്മയുണ്ടായില്ല. ഞാൻ ചെല്ലുമ്പോൾ ഓർമ്മയില്ലാത്ത ആളെന്നോട് പറഞ്ഞ് എടീ ഞാൻ മാതാവിനെ കണ്ട്. അപ്പം ഞാൻ ചോദിച്ചു മാതാവിനെ എങ്ങനെ കണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു ഭയങ്കര സുഗന്ധമായിരുന്നു, ഇവിടെ ICUവിൽ ഭയങ്കര സുഗന്ധമായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു മാതാവ് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നെ പെട്ടെന്ന് സുഖപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി, ചേട്ടൻ അതിങ്ങനെ വിശ്വാസം ഉണ്ടായി. ചേട്ടൻ പറയും എല്ലായിടത്തും മാതാവ് ഒന്ന് തന്നെയാണ്, പ്രത്യേകിച്ച് ഇത്രയും ദൂരം പോയി പ്രാർത്ഥിക്കേണ്ട, നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ എപ്പോഴും പറയണ ആളാണ്. അത് കാരണം എനിക്ക് ഭയങ്കര വിശ്വാസമായി ചേട്ടൻ്റെ വായിൽ നിന്ന് തന്നെ ഇത് വീണപ്പോൾ. എന്നിട്ട് ഞാനിവിടെ വന്നപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായി. നവംബർ 21 എൻ്റെ അമ്മച്ചിൻ്റെ ആണ്ടാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മച്ചിൻ്റെ ആണ്ടാണ്. അപ്പോൾ ഈശോനോട് ഞാൻ കുർബാനയിൽ തിരുസ്വരൂപം എഴുന്നേച്ചുള്ളപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായി, മാതാപിതാക്കളെ പൊന്നുപോലെ വർഷങ്ങളോളം നോക്കിയ മകനാണെങ്കിൽ എനിക്ക് ആ 21 ദിവ്യബലിക്ക് ആണ്ട് കുർബാനയ്ക്ക് പോകാനായിട്ട് നടത്തിക്കൊണ്ടുപോകാനായിട്ട് എനിക്ക് മാതാവ് ഇടവരുത്തി തന്നെയെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായി. അതേപോലെ തന്നെ നവംബർ 21 അമ്മച്ചിയുടെ 8ാമത്തെ ആണ്ട് കുർബാനയിൽ എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് നടത്തി പള്ളി കൊണ്ടുപോകാനും കുർബാന സ്വീകരിക്കാനും എല്ലാത്തിനും സാധിച്ചു. അത് വലിയൊരു അനുഗ്രഹമായിട്ട് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാണ്. ഡോക്ടർമാർക്ക് പോലും ഭയങ്കര അത്ഭുതം, ഇത്ര പെട്ടെന്ന് ആൾ നടക്കാനൊക്കെ തുടങ്ങിയെന്ന് വെച്ചാൽ ഭയങ്കര അത്ഭുതമായിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഒത്തിരി പേഷ്യൻസിനെ ഞാൻ കാണാനിടയായി. അവർക്ക് തൈലം കൊടുത്ത് ഒരു സാക്ഷ്യം എന്ന് വെച്ചാൽ ഒരു 25 വയസ്സായ മകൻ ആക്സിഡൻറ്റ്, ജോൺ എന്ന് പേരായ മകൻ ആക്സിഡൻറ്റ് പറ്റിയിട്ട് 10 ദിവസമായിട്ട് വെൻറ്റിലേറ്ററിൽ ഒരനക്കവും ഇല്ലാതെ കിടന്നുവെച്ച കൊച്ചാണ്. ഞാൻ ഇവിടെ വന്ന് ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ കൊച്ചിൻ്റെ പേരും കൂടി ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായി. വീട്ടിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി തന്നെ ആ കൊച്ച് കണ്ണ് തുറന്ന് നോക്കിയെന്നും പിന്നീട് ഓരോ വ്യത്യാസങ്ങൾ, ശ്വാസം എടുക്കാനും വെൻറ്റിലേറ്റർ മാറ്റാനും ഓക്സിജൻ മാറ്റാനും റൂമിലേക്ക് മാറ്റാനും പിന്നെ എല്ലാം സുഖപ്പെട്ട് വീട്ടിൽ പോകാൻ ഇത്രയും ദിവസത്തിനുള്ളിൽ ഇടവരുത്തി. അതിൻ്റെ അമ്മ എന്നെ എപ്പോഴും വിളിക്കും, കൃപാസനത്തിൽ പോണ കാര്യം പറയും, എല്ലാ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ആ കൊച്ചു അങ്ങനെ രക്ഷപ്പെട്ട് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് സഹായം അപേക്ഷിച്ചതിന് ശേഷം
അതുകൂടാതെ ഞങ്ങളുടെ അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഒരു മകള് അപ്പയ്ക്ക് അറ്റാക്ക് വന്നിട്ട് ICUവിൽ കയറ്റിയേക്കണം. ഡോക്ടർ പറഞ്ഞത് ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ തലേ ദിവസം അവിടെ കൊണ്ടുപോയി കൃപാസനം പത്രം കൊടുത്തിട്ടുണ്ടായി. ഇവിടെ വന്ന ദിവസം എല്ലാവർക്കും പത്രം വിതരണം ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ആ പത്രം വെച്ചിട്ടാണ് ഈ കൊച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വേഗം തന്നെ എൻ്റെ ഈ കയ്യിലിരിക്കുന്ന കൊന്ത ഉടമ്പടി കാശുരൂപവും കൂടി പിടിച്ചിട്ട് ആ കൊച്ചിൻ്റെ കയ്യെ കയറി പിടിച്ചപ്പോൾ ആ കൊച്ചൊന്ന് ഞെട്ടി എന്നെ നോക്കി. അപ്പോൾ മോളെ എന്താ കരയണേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് എൻ്റെ അപ്പയ്ക്ക് ഇങ്ങനെ അറ്റാക്ക് വന്നിട്ട് ICUവിലാണ്, ഡോക്ടർ കൈയൊഴിഞ്ഞിരിക്കണേന്ന്. അപ്പോൾ അമ്മ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഡോക്ടറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ആൻറ്റി ഇതേപോലെ ഇന്നലെ ഇതേ സമയത്ത് ഇവിടെ ഇരുന്ന് വിഷമിച്ചതാണ്. അപ്പം മാതാവ് നോക്കിക്കുമ്പോഴൊന്നും ധൈര്യമായിട്ട് മോള് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞപ്പോൾ ഈ കാശുരൂപം കണ്ടപ്പോൾ ആ കൊച്ചെന്നോട് ചോദിച്ചു, ആൻറ്റി ഈ കാശുരൂപം എനിക്കൊന്ന് ഇത്തിരി നേരത്തേക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മോളെടുത്തോന്നും പറഞ്ഞ് ഞാൻ കൊടുത്തു. എന്നിട്ട് ഫോൺ നമ്പർ എഴുതി കൊടുത്തു. ഒരു പരിചയമില്ലാത്ത കുട്ടിയാണല്ലോ. അപ്പം ഞാൻ എൻ്റെ ഫോൺ നമ്പർ വെച്ച് മോൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എനിക്കിത് തിരികെ തന്നാൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ ഫോൺ നമ്പർ എഴുതി അതിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. എന്നിട്ട് ഒരു 5 മണിക്കൂറിന് ശേഷം ആ കുട്ടി എന്നെ വിളിച്ച്, ചേച്ചി മാതാവ് എൻ്റെ അപ്പനെ രക്ഷിച്ച് ഇപ്പോൾ എല്ലാം പ്രൊസീജിയർ മുന്നോട്ട് പോകാനായിട്ട് ഓക്കെ എന്ന് ഡോക്ടർ പറഞ്ഞ്, ഇനി പേടിക്കാനൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞ് ആ കൊച്ചെൻ്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞ്. അപ്പോൾ ഇവിടെ വരാറുള്ള കുട്ടിയാണത്. അപ്പോൾ അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായി. അതുകൂടാതെ എൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുട്ടി, അതായത് 1 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല കുഞ്ഞിന്. ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോഴേക്കും അവളുടെ കണ്ണിൻ്റെ പോള തടിച്ചിരിക്കണം. അപ്പം ഞാൻ എന്ത് പറ്റി കൊച്ചിനെന്ന് ചോദിച്ചപ്പോൾ ഹിന്ദുക്കളാണ് അവർക്ക്, പക്ഷെ അവർക്ക് വിശ്വാസമൊക്കെ ഉണ്ടായി. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് അവളുടെ കണ്ണുനീർ ഗ്രന്ഥി ഓപ്പൺ ആയിട്ടില്ല, അപ്പോൾ 1 വയസ്സാകുമ്പോൾ സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. ഞാൻ ഈ ഞായറാഴ്ച കൊണ്ടുപോയി ഇവിടുന്ന് പോയ അന്ന് തന്നെ ഞാൻ അവൾക്ക് ഇത്തിരി തൈരം കൊടുത്തു. അവൾ കുളിപ്പിച്ച് കഴിഞ്ഞ് കൊച്ചിൻ്റെ കണ്ണേ പുരട്ടുണ്ടായി. അടുപ്പിച്ച് 2-3 ദിവസം പുരട്ടി. ചൊവ്വാഴ്ച ഇവിടുത്തെ ലൈവ് ധ്യാനം നടക്കുമ്പോഴേക്കും അച്ഛൻ്റെ ടോക്കിലൂടെ പറയുന്നു, 1 വയസ്സ് പോലും തികയാത്ത ഒരു കുഞ്ഞിനെ ദൈവം സുഖപ്പെടുത്തേണ്ട, കണ്ണുനീർ ഗ്രന്ഥി ഓപ്പൺ ആകാത്ത ഒരു കുഞ്ഞിനെ ദൈവം സുഖപ്പെടുത്തേണ്ടെന്ന് കേട്ട് ഞാൻ. അപ്പം തന്നെ ഞാൻ അവളുടെ അടുത്തോട്ട് ഈ ഫോണുമായിട്ട് ഞാൻ ഓർഡർ ചെയ്തതേ അച്ഛൻ പറഞ്ഞേട്ടാന്ന് പറയല്ല ചേച്ചി, ഞാൻ ഈ 3 ദിവസം പെരട്ടിയപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ കണ്ണിൽ നീർദോഷം മാറി എന്ന് പറഞ്ഞു. പിന്നെ അവരപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ 2-ാം ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി സർജറി വേണ്ട, കണ്ണുനീർ ഗ്രന്ഥി ഓപ്പൺ ആയിട്ടുണ്ടെന്ന്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാതാവിൽ നിന്ന്. ഞാൻ ഹോസ്പിറ്റലിലാണെങ്കിലും തൈലം ഒത്തിരി പേർക്ക് സഹായത്തിനായിട്ട് കൊണ്ടുവന്ന് രോഗികളുടെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക, അതുപോലെ സൽപ്രവർത്തികളൊക്കെ ചെയ്യാറുണ്ട്. ഒത്തിരി പേർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്തവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും പ്രാർത്ഥനാ സഹായം നൽകുകയും പ്രാർത്ഥിക്കുകയും ദാനധർമ്മം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മാതാവിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ ഇതിനെല്ലാം നന്ദി പറഞ്ഞുകൊള്ളുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി.